തിരുമേനി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. തരുൺ എന്നെ ചീറ്റ് ചെയ്യായിരുന്നു. ഞാനും ശേഖറും തമ്മിലുള്ള എല്ലാ ഇഷ്യൂസും മാറി. എല്ലാം തിരുമേനിയുടെ പ്രാർത്ഥനയാ. സന്തോഷായേ. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എന്റെ സന്മയ്ക്ക. ഞാനിത് അവളോട് ഇപ്പൊ തന്നെ പറയട്ടെ. സന്മേ, 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 ദീയും ഭർത്താവ് ഒന്നിച്ചടോ. ഹലോ ഹലോ തോമസേ, എനിക്ക് നിന്നെ ഉടനെ ഒന്ന് കാണണം. നീ എവിടെയപ്പോ? ഞാൻ ചെന്നൈയില. എന്തു പറ്റി? ഞാൻ നാളെ രാവിലെ തിരിക്കും. എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് നിന്റെ വീട്ടിലേക്ക് വരാം. എവിടെ പോയി കിടക്കാണ്? വിളിച്ചിട്ട് കിട്ടണില്ലല്ല. അത് ഓൻ ആ പെണ്ണിനെ വീണ്ടും ബേജാറാക്കണെന്ന്. നിങ്ങൾ എന്തിനാ പകച്ചു നിൽക്കണേ? ഒന്ന് വാ നമ്പൂരിശ. ആ നമുക്കിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. നിങ്ങൾ വരീരുത്. അതിപ്പോൾ തടിച്ചതാണെങ്കിലും മെലിഞ്ഞതാണെങ്കിലും കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും പെണ്ണ് പെണ്ണാ. അവള് വലിയ ഐറ്റമൊന്നുമല്ല. പക്ഷേ ഒരു നമ്പൂരി വന്ന് ചലഞ്ച് ചെയ്താ നമ്മൾ വിട്ടുകൊടുക്കണോ? കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളെ വരട്ടാൻ എളുപ്പാ. അവൾ അത്രയ്ക്ക് വാശി പിടിച്ചതല്ലേ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാടാ. തരുൺ, കാരണവന്മാരുടെ അടിക്ക് അനുഭവങ്ങളുടെ ചൂടുണ്ടാവും. വാമല്ല സംഗീതേ, 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 സംഗീതേ,
പേടിക്കുന്നേ? ഞാനൊന്നും ജയന്തനോട് പറഞ്ഞിട്ടില്ല. സംഗീതേ, ഏയ് സംഗീതേ, സംഗീത, ഇറ്റ്സ് മീ. ഏയ് സംഗീത, ഏയ് പാസ്റ്റ് ഇസ് പാസ്റ്റ്, ഡോണ്ട് വറി. ഏയ് ജയന്ത, ഞാൻ എന്താ നമ്പൂരിശ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുക? എന്താ കാരണം? ഒല്ലാക്ക, എന്റെ കൈയും കാലും തളരുന്നത് പോലെ. നിങ്ങൾ ബേജാറാകണ്ടിരിക്കും, ഓക്കൊന്നും സംഭവിക്കൂല. ആ എടാ, ആ തോമസ്. നീ വന്നേ. ജയന്ത, ഐ എം സോറി. നിന്റെ മാരേജിന് മുമ്പേ സന്മയെ എനിക്കറിയാമായിരുന്നു, അവളുടെ പാസ്റ്റും. രണ്ട് വർഷം മുമ്പ് അടൂർ വർക്ക് ചെയ്യുമ്പോഴാണ് സന്മയുടെ ബ്രദർ ബാലുവിനെ ഞാൻ പരിചയപ്പെടുന്നത്. എൻ്റെ ഡിസ്റ്റർബ്ഡ് ലൈഫിലേക്ക് കടന്നു വന്ന ഒരു നല്ല ഫ്രണ്ട്. തോമസ്. ബാലു, എന്താ ഡോക്ടറെ, നല്ല മൂഡിലാണല്ലോ. ബോറടിച്ചപ്പോ ഒരു രസം. ഇതെന്താ എല്ലാം പാക്ക് ചെയ്തിരിക്കുന്നത്? എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആയിടോ. ഓ, ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാ. ഞാൻ ബാലുവിനെ വിളിക്കാനിരിക്കായിരുന്നു. ആ, നല്ല ടെമ്പറേച്ചർ ഉണ്ടല്ലോ. ആ അതാ ഞാൻ വന്നത് ഡോക്ടറെ. മേലൊക്കെ വല്ലാത്ത വേദന. ഇന്നാണെങ്കിൽ സംഗീതയുടെ ബർത്ത്ഡേയാ. അവളെയും കൊണ്ട് സിനിമയ്ക്ക് പോവാന്ന് ഞാൻ ഏറ്റും പോയി. താനിരിക്കെ, ഞാനിപ്പോൾ വരാം. ശരി ഡോക്ടർ.
ഹലോ ഹലോ നിങ്ങളിപ്പോ എവിടെയാ ഞങ്ങളിന്ന് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് നോ എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ എനിക്കറിയാം എന്നെ ഇപ്പൊ വേണ്ട ഞാൻ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി എന്റെ മക്കളെ കാണൂല നോ നോ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഫോൺ ചെയ്യണ്ടെന്ന്. പ്ലീസ് ഡോണ്ട് കോൾ മീ അഗൈൻ. ബാലു ബാലു എന്തു പറ്റി? ഡോക്ടർ തലയ്ക്ക് അടി കിട്ടിയ പോലെ. ബാലു റിലാക്സ്. ബാലു കണ്ണ് തുറക്കാൻ പറ്റില്ല. ബാലു എന്താ പറ്റിയ ചേട്ടന്? ടെമ്പറേച്ചർ ഒന്ന് ഷൂട്ട് ചെയ്തതാ. റെസ്റ്റ് എടുത്താ ശരിയാവും. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം എൻ്റെ സുഹൃത്ത് ഡോക്ടർ ജഗൻ്റെ മെൻ്റൽ കെയർ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ സന്മയെ കണ്ടു. Her situation is really pathetic. എന്താ പറ്റിയ ചേട്ടന്? ടെമ്പറേച്ചർ ഒന്ന് ഷൂട്ട് ചെയ്തതാ. ചേട്ടാ ചേട്ടാ ചേട്ടൻ എന്താ പറ്റിയേ? ചേട്ടാ വാ, അകത്ത് കിടക്കാം. ചേട്ടാ എന്താ ഇത്?
But her brother was very genuine. He took his life next day. ആ കുട്ടിക്ക് റിക്കവർ ചെയ്യാൻ ഇൻസ്റ്റന്റ് ഷോക്കിൽ പറ്റിയ മെന്റൽ ഇംബാലൻസ് ആയതുകൊണ്ട് ഒരു 3 months മെഡിക്കേഷൻ കഴിഞ്ഞാൽ ഷീ മേ ബി ഓക്കെ. പക്ഷെ അവളുടെ ലൈഫ് ഇനി അങ്ങോട്ട് സ്മൂത്ത് ആകണമെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്റ്റ് കെയർ വേണം. ഐ മീൻ എ ഗുഡ് പാർട്ട്ണർ ഇൻ ഹെർ ലൈഫ്. പക്ഷേ ഇക്കാലത്ത് ആരെങ്കിലും റിസ്ക് എടുക്കാൻ തയ്യാറാവും. ആൻഡ് ദാറ്റ് ടു ദിസ് ജനറേഷൻ. എൻ്റെ ഒരു മിസ്റ്റേക്ക്. ഒരു ഫാമിലിയെ തന്നെ ഇല്ലാതാക്കിയത് അറിഞ്ഞത് മുതൽ ഐ വാസ് ഷാറ്റേഡ്. കുറ്റബോധം കൊണ്ട് തന്നെയാ ഞാൻ ടെസിയെ കൊണ്ട് സന്മയുടെ എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യിച്ചതും മഠത്തിൽ നിർത്തിയതും. മിസ് ഫോർച്യൂൺ, അവളുടെ അമ്മയും പോയി. എനിക്കറിയാമായിരുന്നു എൻ്റെ കൂട്ടുകാരനെ. ജീവിതത്തിൽ എത്രയോ പേരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത ആളല്ലേ നീ. ഈ ലോകത്ത് അവൾ ഏറ്റവും കൂടുതൽ സെക്യൂർഡ് ആവുന്നത് നിനക്കൊപ്പം ആവുമെന്ന് ഞാൻ കരുതി. നിന്റെ പ്രോബ്ലംസ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ കാരണം നിന്റെ ലൈഫും. അങ്ങനെയൊന്നും ഇല്ലടാ തോമസേ. എൻ്റെ ലൈഫിന് ഒരു കുഴപ്പമില്ല. അഗ്നിസാക്ഷിയായി ഞാൻ വേളിയഴിച്ച കുട്ടിയാ സന്മയ. അല്പം മാനസിക പ്രശ്നങ്ങളില്ലാത്തവരായി ആരാ ഉള്ള ഇവിടെ? അതൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയത്ത് ശരിയാവും. തനിക്ക് എന്നോട് ഈ വിവരങ്ങളൊക്കെ നേരത്തെ പറയാമായിരുന്നു. വെറുതെ ആ കുട്ടിയെ വിഷമിപ്പിക്കണായിരുന്നോ? എനിക്കത് ആലോചിക്കുമ്പോൾ മാത്രമാണ് വിഷമം. ജയന്ത, ഞാൻ പോവാ. ഏത് വൈദ്യശാസ്ത്രത്തിനും അപ്പുറം ഒരു ഭർത്താവ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മതി ഭാര്യയുടെ പ്രയാസം മാറാൻ. നീ വാ. കഴിച്ചോളൂ. Welcome to Malabar Golden Diamond.
എന്റെ ദേവി. അമ്മേ, തങ്കക്കുടം